ഹലോ ഗൈസ്, നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് പുഷ് പുൾ വർക്കൗട്ടിനെ കുറിച്ചാണ്. എനിക്ക് എൻ്റെ ക്ലയൻസിൽ നിന്ന് കൂടുതൽ എനിക്ക് എൻക്വയറീസ്, മെസ്സേജസ് കാര്യങ്ങൾ വരുന്നത് പുഷ് പുൾ വർക്കൗട്ട് എന്താണ്, ഇല്ലെന്നുണ്ടെങ്കിൽ പുഷ് ഡേയിൽ എന്ത് ചെയ്യണം, പുൾ ഡേയിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കൂടുതൽ എനിക്ക് എൻക്വയറീസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മുടെ വർക്കൗട്ടിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. നമുക്കപ്പം വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പുഷ് ഡേയിലെ ഫസ്റ്റ് വാംപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻക്ലൈൻ ആംഗിളിൽ പുഷപ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 സെറ്റ്സ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പുഷ് ഡേയിൽ ഫസ്റ്റ് വർക്കൗട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് എക്സസൈസ് ഇൻക്ലൈൻ ബെഞ്ചിൽ ബാർ പ്രസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇട്ടേക്കുന്ന വെയിറ്റ് 20 kg ആണ്. വൺ സൈഡ് ഇട്ടേക്കുന്ന വെയിറ്റ് 20 kg ആണ്. 12 to 8 reps ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. 3 സെറ്റ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. 12 to 8 reps. ഫസ്റ്റ് വണ് 12 റെപ്പാണ് ചെയ്യുന്നത്. മാക്സിമം ഫുൾ ഡൗൺ ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. പുഷ് ഡേയിലെ സെക്കൻഡ് എക്സസൈസ് വരുന്നത് സീറ്റഡ് ഷോൾഡർ പ്രസ് ആണ്. അപ്പം ഈഗോ ലിഫ്റ്റ് ചെയ്യാതിരിക്കുക, മാക്സിമം വെയിറ്റ് തന്നെ ലോഡ് ചെയ്യുക, ഈഗോ ലിഫ്റ്റ് ചെയ്യാതിരിക്കുക. സെയിം റെപ്പിറ്റേഷൻ തന്നെ ആയിരിക്കും വരുന്നത്. 12 to 8 reps ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാം. തേർഡ് എക്സസൈസ് വരുന്നത് ബെഞ്ച് പ്രസ് ആണ്. ചെസ്റ്റിന് സെയിം റെപ്പിറ്റേഷൻ തന്നെ 12 to 8 ആയിരിക്കും വരുന്നത്. ഞാൻ സെയിം വെയിറ്റ് തന്നെയാണ് സ്റ്റാർട്ടിങ് വെയിറ്റ് ഇട്ടേക്കുന്നത്. 20 kg ആണ്. തേർഡ് സെറ്റ് 12 to 8. അപ്പം നമ്മുടെ പുഷ് ഡേയിലെ ഫോർത്ത് എക്സസൈസ് ഡംബൽ ലാഡറാണ്. സ്റ്റാൻഡിങ്ങിലാണ് ഞാൻ കൊടുക്കുന്നത്. സെയിം റെപ്പിറ്റേഷൻ തന്നെ 12 to 8 ആയിരിക്കും. ഞാൻ വെയിറ്റ് എടുത്തേക്കുന്നത് 14 kg ആണ്. സ്റ്റാൻഡിങ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് എക്സസൈസ് പുഷ് ഡേയിൽ റോപ്പിൽ ട്രൈസെപ്സിന് പുഷ് ഡൗൺ ആണ് എക്സസൈസ് വരുന്നത്. സെയിം റെപ്പിറ്റേഷൻ തന്നെയാണ് 12 to 8 reps. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഷ് ഡേയിലെ ലാസ്റ്റ് എക്സസൈസ് വരുന്നത് ട്രൈസെപ്സിൻ്റെ കിക്ക് ബാക്ക് ആണ്. സെയിം റെപ്പ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. 12 kg ആണ് ഞാൻ വെയിറ്റ് എടുത്തേക്കുന്നത്. 12 to 8 reps. അപ്പോൾ ലാസ്റ്റ് സെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുഷ് ഡേയിലെ വർക്കൗട്ട് നമ്മൾ ഇന്നിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ ഈ പുഷ് പുൾ വർക്കൗട്ട് റിഫർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എല്ലാ മസിൽ ഗ്രൂപ്പിനും 24 to 48 hours നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കണ്ടെത്താനും കഴിയും. അതുകൊണ്ടാണ് എല്ലാവരും കൂടുതൽ പുഷ് പുൾ ഞാനും ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് അതിനകത്ത് നല്ലൊരു റിസൾട്ട് വന്നതാണ്. നമുക്കൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.